So important contributions are discovery learning. The process of education എന്ന് പറഞ്ഞ ബുക്കിൽ 1960 ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ഡിസ്കവറി ലേണിംഗ്. ദെൻ ദ 3 stages of intellectual development. അപ്പോൾ we have already studied Piaget's four stages of intellectual development. അതുപോലെ തന്നെ ആർക്കുണ്ട്, ബ്രൂണറുടേതായിട്ടുള്ള രീതിയിലുള്ള 3 stages of intellectual development ഉണ്ട്. Then another concept is spiral curriculum. Spiral curriculum is another concept given by Jerome S. Bruner. Then scaffolding theory. Scaffolding theory is something related to Bruner. അപ്പോൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? വൈഗോട്സ്കി ആണെങ്കിലും it was later developed into a theory by Bruner. Okay, now we will see one by one. Now discovery learning. എന്താണ് discovery learning? That is learning by discovery of concept and principles by the learners on their own. അപ്പോൾ ഈ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ തന്നിട്ടുള്ളതൊക്കെ ഇവരുടെ കൊട്ടേഷൻസ് ആണ്. Please study it with give due importance. Okay, so whenever you study it, just stress on it. ഒന്ന് മനസ്സിലാക്കി പോയാൽ നല്ലതാണ്. കാരണം ഇൻ കേസ് അവരിങ്ങനെ നമുക്ക് ഇവരുടെ കൊട്ടേഷൻസ് തന്നു കഴിഞ്ഞാൽ നമുക്കറിയണമല്ലോ. സോ ലേണിംഗ് ബൈ ഡിസ്കവറി ഓഫ് കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ബൈ ദ ലേണർ ഓൺ ദെയർ ഓൺ. That is discovery learning. It is a method of enquiry based instruction. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് എൻക്വയറി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ, ഇപ്പോൾ വാല്യൂ ബേസ്ഡ് മെത്തേഡ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് കോൺസെപ്റ്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ, ഇങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂ ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറില്ല. അപ്പോൾ എൻക്വയറി ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ച് ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്ന ഒരു മെത്തേഡാണ് discovery learning. Okay, then this encourages learners to build on past experiences and knowledge, use their intuition, imagination and creativity, and search for new information to discover facts, correlations and new truths. Learning does not equal to absorbing what was said or read, but actively seeking for answers and solutions. Now that there was a teaching model that was based on this method, that is discovery learning model. അപ്പോൾ നിങ്ങൾക്കറിയാലോ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ അല്ലേ, അതിൽ നമുക്ക് പല മോഡൽസ് ഉണ്ട്. അതിൽ വരുന്ന ഒരു മോഡലാണ് ഈ ഡിസ്കവറി ലേണിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഓസുബലിൻ്റെ ഡയറക്റ്റ് മോഡൽ ഒരുപാട് പല ആളുകളുടെയും ഉണ്ടല്ലോ മോഡൽസ്. ദാറ്റ് വി വിൽ സി. അതിൽ നമുക്ക് വരുന്ന ഒരു മോഡലാണ് ഡിസ്കവറി ലേണിംഗ് മോഡൽ. അപ്പോൾ ഇതിലെന്താണ് ദ ഡിസ്കവറി ലേണിംഗ് മോഡൽ ടെക്നിക്സ് എന്ന് നമ്മൾ പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് അതിൽ വരുന്ന കുറേ ആ ഒരു കോൺസെപ്റ്റിന് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഇൻസ്ട്രക്ഷണലായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ് റൂം ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ സെഷൻ ഷുഡ് ബി വെൽ ഡിസൈൻഡ്. ഈ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കവറി ലേണിംഗ് മോഡൽ ടെക്നിക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദെൻ എഡ്യൂക്കേഷൻ സെഷൻ ഷുഡ് ബി വെൽ ഡിസൈൻഡ്, ഹൈലി എക്സ്പീരിയൻഷ്യൽ ആൻഡ് ഇൻറ്ററാക്റ്റീവ്. മീൻസ് നമ്മളിപ്പോൾ ഡിസ്കവറി ലേണിംഗ് മോഡൽ ആണ് ക്ലാസ്സിൽ, ഏത് ടെക്നിക്കാണ് നമ്മൾ ക്ലാസ്സിൽ അപ്രോച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മീൻസ് ഇപ്പം നമ്മൾ ആ ഒരു മോഡലാണെങ്കിലും മെത്തേഡ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു തീം, ആ ഒരു കോൺസെപ്റ്റ് വെച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദ ക്ലാസ് റൂം ഷുഡ് ബി ഹൈലി എക്സ്പീരിയൻഷ്യൽ ആൻഡ് ഇൻറ്ററാക്റ്റീവ് ഫോർ ദ സ്റ്റുഡൻസ്. ദേ ഷുഡ് എക്സ്പീരിയൻസ് ആൻഡ് ദെൻ ദേ ഷുഡ് ബി ഏബിൾ ടു ഇൻറ്ററാക്റ്റ്. It should be interactive sessions, okay, and use stories, games, visual aids and other attention grabbing techniques that will build curiosity and interest and lead learners in new ways of thinking, acting and reflecting. Now ഇതിൻ്റെ ഗോൾ എന്താണ്? The learners to reach the end result on their own. ഡിസ്കവറി ചെയ്യാണ്. ഒരു കാര്യത്തെ ഡിസ്കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്യൂരിയോസിറ്റി ഉണ്ടായിക്കൊണ്ട് അതിനെ കാര്യത്തെ നമ്മൾ കണ്ടെത്തുന്നതാണല്ലോ ഡിസ്കവറി എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. കുട്ടികൾക്ക് നമ്മൾ എല്ലാ സെറ്റിങ്സും ചെയ്ത് കൊടുത്തുകൊണ്ട് വളരെ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ളതും അതുപോലെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ളൊരു സെറ്റിങ്സിലേക്ക് കുട്ടികളെ കൊണ്ടുപോയിക്കൊണ്ട് അവർ ദേ റീച്ച് ടു ദെയർ എൻഡ് റിസൾട്ട് ഓൺ ദെയർ ഓൺ. ഓക്കെ, that is by exploring and manipulating situations,
Struggling with questions and controversies or by performing experiments, learners are more likely to remember concepts and newly acquired knowledge. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ്? ദാറ്റ് ഈസ് നിങ്ങളിപ്പോൾ നിങ്ങൾക്കൊരു കാര്യം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഭാഗം നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയും അത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ യു റിമെമ്പർ ഇറ്റ് ഫോർ എവർ, ഇസൻറ്റ് ഇറ്റ്? കുറേ കാലത്തിനെങ്കിലും നമുക്കത് കൃത്യമായിട്ട് അതിൽ കോൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ഒരു ജിസ്റ്റ് എന്താണെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം നമ്മൾ അതുമായി കൂടുതൽ ഇടപെട്ടത് കൊണ്ടാണ്. കൂടുതൽ ഇടപെടുന്തോറും നമ്മൾ എത്രമാത്രം ഒരു മെറ്റീരിയലായിട്ട് ഇടപെടുന്നു എന്നുള്ളത് നമ്മുടെ ഒരു നമ്മൾ റിട്രീവിങ് കപ്പാസിറ്റി കൂട്ടാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ദിവസം പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇനിയിപ്പോൾ ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ ടൈമില്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് തുറന്നു നോക്കിയിട്ട് ഇപ്പോൾ ഇത് എന്താ എന്നൊന്ന് വെറുതെ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനോടുള്ള കോണ്ടാക്റ്റ് നിലനിർത്തുകയാണ്. ആ കോണ്ടാക്റ്റ് നിലനിർത്തുന്നത് ഇറ്റ് ഹെൽപ്സ് യു ഇൻ ലേണിംഗ്. അപ്പോൾ നമ്മളെല്ലാം ഒരുങ്ങി കെട്ടി നമ്മൾ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല പഠിക്കാനായിട്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിരന്തരം അതിലേക്ക് കുറച്ച് ഇൻട്രാക്റ്റ് ചെയ്യാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ദെയർ ഫോർ എവർ. ഓക്കെ, പക്ഷേ നിങ്ങൾ എത്ര തറവായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചതാണെങ്കിൽ അവിടെ പൂട്ടി വെച്ചിരുന്ന് കഴിഞ്ഞാൽ then it's not going to work. So here what happens is that the idea is basically that we should make the students to get used with the concept. When they try to achieve it by themselves, they have to go through lots of questions, lots of situations, lots of issues. അപ്പോൾ ആ ഇഷ്യൂവിലൂടെ കടന്നുപോയി അതിലേക്ക് പോകുന്തോറും അവർ ഈ ചെയ്ത കാര്യങ്ങൾ ഓർക്കാനുള്ള കഴിവ് അവർക്ക് കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ ദീസ് ഡിസ്കവറി ലേണിംഗ്. നൗ അതിൽ നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത് 3 stages ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി ഹാവ് ദിസ് ഡിസ്കവറി ലേണിംഗ്, ദാറ്റ് ഈസ് എ ഫസ്റ്റ് കോൺസെപ്റ്റ് ഗിവൺ ബൈ ബ്രൂണർ. നൗ വി വിൽ സീ ദ